ചാനൽ റിയാലിറ്റി ഷോകളുടെ തുടക്കകാലം. അന്ന് മിന്നും താരമായിരുന്നു അൽസാബിത്ത്. പിന്നിട്ട കുറേ വർഷങ്ങളായി സംഗീതവേദികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഇന്നിപ്പോൾ പലരും ചോദിക്കുന്നു, അൽസാബിത്ത് എവിടെ? ഇതാ ഇവിടെ ദുബൈയിൽ തന്നെയുണ്ട് അൽസാബിത്ത്, ഒരു ജോലി തേടുന്നവനായി. ഹായ്, ഞാൻ അൽസാബിത്ത്. എന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. ഒരു 10 വർഷം മുന്നേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഒരു റിയാലിറ്റി ഷോ വിൻ ചെയ്ത ഒരു സിംഗറാണ്. ആ 10 വർഷം മുന്നേ കണ്ട ഒരു അൽസാബിത്തല്ല ഇപ്പോൾ, ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ചേഞ്ച് എൻ്റെ ലൈഫിലും ഇപ്പോൾ ഉണ്ട്. കാരണം ഞാൻ ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ ദുബായിലുണ്ട്. ജോലി നോക്കിയുള്ളൊരു യാത്രയിലാണ് ഇപ്പോൾ ഞാൻ ദുബായിൽ. പാട്ട് വിട്ടിട്ടില്ല. അഫ്കോഴ്സ് പാട്ട് അന്നും ഇന്നും കൂടെ തന്നെയുണ്ട്. மீதி ஜீவன் உன்னை பார்த்த போது വന്നതോ. ആക്ച്വലി ഞാൻ എഞ്ചിനീയറിംഗാണ് ചെയ്തുകൊണ്ടിരുന്നത്. മെക്കാനിക്കലായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ്. എൻ്റെ ബ്രദറും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാനും ഒരു മെക്കാനിക്കൽ ഫീൽഡിലോട്ട് തിരിയുന്നത്. ഒരു 2 വർഷം ഞാൻ മ്യൂസിക്കിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിരുന്നു. കാരണം എനിക്ക് എഞ്ചിനീയറിംഗ് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ടഫായിട്ടുള്ളൊരു കോഴ്സ് ആയതുകൊണ്ട് ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ മ്യൂസിക്കിൽ നിന്ന് 2 വർഷം ബ്രേക്ക് എടുത്തായിരുന്നു. ഞാൻ ആലുവ MES കോളേജിലാണ് എഞ്ചിനീയറിംഗ് ചെയ്തിരുന്നത്. ഞാൻ 2007 എൻ്റെ റിയാലിറ്റി ഷോ ഞാൻ വിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോസിൻ്റെ തുടക്കമാണ്. ആ ഒരു സമയത്തായിരുന്നു ഞാൻ വിൻ ചെയ്യുന്നത്. പ്രവാസികൾ എന്ന് പറയുന്നത് എൻ്റെ കരിയറിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു വിഭാഗമാണ്. കാരണം ഞാൻ ആ ഷോ ചെയ്യുന്ന സമയത്തും അതിന് ശേഷമാണെങ്കിലും പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യങ്ങളിലൊന്നാണ്. കട്ടപ്പെട്ട ചെയ്യുന്ന സമയം പോകണമല്ലേ. പിന്നെ ഒരുപാട് ലെജൻസിൻ്റെ കൂടെ ഷോ ചെയ്യാൻ പറ്റി. ശിവമണി സർ, സ്റ്റീഫൻ ദേവസി, സ്റ്റീഫേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ബാലുശ്ശേരൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ജയറാമേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, മട്ടന്നൂർ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭാഗ്യം എനിക്ക് ഗൾഫ് കൺട്രീസിൽ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഷോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഫിനാൻഷ്യലി എനിക്ക് ഈ ഒരു മ്യൂസിക് ഫീൽഡിൽ നിന്ന് ഞാൻ സ്റ്റേബിളാണ്. ബട്ട് എനിക്കൊരു ജോലി വേണം എന്ന് ഇപ്പോൾ തോന്നിയത്, ഐ എം 23 years old. അപ്പോൾ ഒരു ജോലി വേണം, അങ്ങനെ ഒരു തോന്നലിലാണ് ഞാൻ ദുബായിലോട്ട് വരുന്നത്. ഓക്കെ, അത് ഫ്ലൈറ്റൊന്നുമല്ല. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു റഹ്മാൻ സാറിനെ കാണുക എന്നുള്ളത്. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ സൗദിയിലൊരു ഷോ ചെയ്യാൻ പോകുന്ന സമയത്താണ്, എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ ആക്സിഡൻ്റലി മീറ്റ് ചെയ്തതാണ്. സാറും ഉംറ ചെയ്യാനായിട്ടാണ് സൗദിയിൽ വന്നത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, വലിയൊരു സ്വപ്നമായിരുന്നു സാറിനെ കാണണം എന്നുള്ളത്. ഞാൻ സാറിനെ കണ്ടു, സാറിനോട് സംസാരിച്ചു, സാറിന് മുന്നിൽ 2 പാട്ട് പാടി. ആസ് എ സിംഗർ എൻ്റെ ഒരു ഡ്രീമായിരുന്നു അത്. പ്ലേ ബാക്ക് സിംഗിങ് ആ ഒരു ഫീൽഡിലോട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേ ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറയുന്ന ഫിലിമിൽ സൂര്യചേട്ടൻ്റെ അനിയനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ജയസൂര്യ ഏട്ടനായിരുന്നു അതിൻ്റെ ഹീറോ. അതിനുശേഷം ഇപ്പോൾ 40 പേര് കപ്പലുണ്ടാക്കിയ കഥ പൂമരം, ഞാൻ ആ ഫിലിമിലുണ്ട്. ആ സോങ്ങിൽ ഞാനുണ്ട്. ആ ഫിലിം ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. സിംഗിങ്ങിനോടാണ് കൂടുതലൊരു താല്പര്യം, അല്ലെങ്കിൽ കൂടുതലൊരു പ്രിഫറൻസ് കൊടുക്കുന്നത് സിംഗിങ്ങിനായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പ്ലേ ബാക്ക്
ഫീൽഡിലേക്ക് പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾക്കൊരു ബാൻഡുണ്ട്, പേര് 1000cc എന്നാണ്. ഞങ്ങൾ പൂരം എന്ന് പറഞ്ഞൊരു ഓൺ കോമ്പോസിഷൻ ഡിസംബർ 10th ലോഞ്ച് ചെയ്തിരുന്നു. ദൈവം സഹായിച്ച് അതിന് നല്ല സപ്പോർട്ടുണ്ട്, നല്ലൊരു ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ സോങ്ങിന്. ഞങ്ങൾ 9 മെമ്പേഴ്സാണ് ബാൻഡിൽ. ഞങ്ങൾ 9 പേരും പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണത്. 2 മാസമായി ഞാനിവിടെ എത്തിയിട്ട്. മാർച്ച് 16th ഞാൻ എത്തുന്നത്. ജൂൺ 10th ഞാൻ തിരിച്ച്, ജോലി ആയില്ലെങ്കിൽ ഞാൻ ജൂൺ 10th ഇൻഷാല്ലാ തിരിച്ചു പോകുന്നുള്ള പ്ലാൻ. ജോലി ആയാൽ അപ്പോൾ നോക്കുന്ന പോലെ അങ്ങ് ചെയ്യും. പൂമാനേ ഏലിൽ കൈത്തട്ടി നബിയും മോടി മറൈന്താനേ